പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്നവരായ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. ചില നാളുകൾക്ക് ശേഷം ചില വിഷയങ്ങൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ നന്ദിയോടെ ഓർക്കുകയും വീണ്ടും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സർവകൃപാലുവായ ദൈവത്തെ അധികമായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ ചർച്ചയിൽ സംഗീതനായിരിക്കുന്ന ദുബായിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ബ്രദർ വിൽസനും അതുപോലെ ബ്രദർ സൈമണും, കൊച്ചിയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ് കെ ജോസഫ് അവർകൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. പ്രത്യേകാൽ ഈ രാത്രിയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ക്രിസ്തീയ ആത്മീയ മണ്ഡലത്തിലെ വിഗ്രഹാരാധനകൾ ഏതൊക്കെ. ഒരുപക്ഷെ പെന്തക്കോസ്തുകാര് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ അവര് വിഗ്രഹാരാധന ഇല്ലാത്തവരാണ് എന്നാണ് അവകാശപ്പെടുന്നത് എന്ന് നമുക്കറിയാം. വിഗ്രഹാരാധനയൊക്കെ നടത്തുന്നത് അപ്പസ്തോലിക സഭകളല്ല, മറിച്ച് എപ്പിസ്കോപ്പൽ സഭകളാണ് എന്നാണ് അവരുടെ പെന്തക്കോസ്തുകാരുടെ പക്ഷം. എന്നാൽ പട്ടത സഭക്കാർ, അതായത് എപ്പിസ്കോപ്പൽ ചർച്ചുകൾ, അവർ നടത്തുന്ന വിഗ്രഹാരാധനയെ അവര് വിഗ്രഹാരാധനയായിട്ട് അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ വിചാരിക്കുന്നത് ഈ രണ്ടു കൂട്ടരുടെയും വിഗ്രഹാരാധനയെ ഒന്ന് തുറന്നു കാണിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബൈബിൾ വിഗ്രഹാരാധനയെ സംബന്ധിച്ച് കേവലം സ്തൂപങ്ങളോ വിഗ്രഹങ്ങളോ രൂപങ്ങളോ മാത്രം മായി അതിനെ കോർണർ ചെയ്ത് വിഗ്രഹാരാധന എന്ന് പറയുന്നില്ല. മറിച്ച് ആത്മീയ മണ്ഡലത്തിൽ വിഗ്രഹങ്ങളോട് നേർക്കുനേർ ആരാധിക്കുന്നില്ല എങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ പലതും വിഗ്രഹമായി മാറ്റിയിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വളരെ സജീവമായി ഈ കാലഘട്ടത്തിൽ മുൻപ് നമ്മൾ അറിഞ്ഞിരുന്നതിനേക്കാൾ ഭീകരമാണ് പെന്തക്കോസ്റ്റൽ സമൂഹങ്ങളിലുള്ള വിഗ്രഹാരാധന എന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റിയിൽ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് ഷമീർ കൊല്ലം, അനിൽ കൊടിത്തോട്ടം, പിന്നെ നമ്മളുമായി ചർച്ചയ്ക്ക് വന്ന പാസ്റ്റർ ബേബി തിരുവനന്തപുരം, ധാരാളം പാസ്റ്റർമാർ അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തു. അതിൽ പാസ്റ്റർ റൈസൻ തോമസ് എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരംകാരനും ഒരു ബാംഗ്ലൂരിലുള്ള ഫിന്നി പാസ്റ്ററും രാജേഷ് ഏലപ്പാറ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനും കട്ടപ്പന ഏലപ്പാറ പ്രദേശങ്ങളിൽ സഭ നടത്തുന്ന ഈ രാജേഷും ചേർന്നാണ് ഇലക്ട്രോണിക് സിറ്റി ബാംഗ്ലൂരിൽ വലിയ എയർ കണ്ടീഷൻ ഹാളിൽ ധാരാളം ടെക്കികളായ ചെറുപ്പക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഈ 21 ദിവസം ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ഒക്കെ അവിടെ ആരാധന സംഘടിപ്പിച്ചത്, അവിടെ ഉപവാസ പ്രാർത്ഥന സംഘടിപ്പിച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. അവിടെ ലിക്വിഡ് ഫയർ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഈ LPG ഗ്യാസ് പോലെ ലിക്വിഡ് ഫയർ എന്നാണ് ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ പ്രോഗ്രാം. ലിക്വിഡ് ഫയർ എല്ലാവർക്കും കൊടുക്കുകയാണ് പാസ്റ്റർ റൈസൻ തോമസ്. സമ്പത്ത് വേണ്ടവരെല്ലാം എന്റെ കയ്യിലും എന്റെ വസ്ത്രത്തിലും പിടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ തോള് മുതൽ വിരൽ വരെയും 2 കൈയിലും, ചിലർ കഴുത്തിലും, ചിലർ ബാക്ക് സൈഡിൽ നിന്നും വട്ടം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോ ഞാൻ അവിടെ കണ്ടത് ഈ ചെറുപ്പക്കാർക്ക് പാസ്റ്റർ ഒരു വിഗ്രഹവും പാസ്റ്റർക്ക് അവരുടെ പോക്കറ്റിലെ പണം ഒരു വിഗ്രഹവുമായിരുന്നു. ബിംബങ്ങളെ ആരാധിക്കുന്നത് മാത്രമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ബൈബിൾ പറയുന്നത്
ദൈവത്തെക്കാൾ ഉപരി എന്ത് കാര്യത്തെ സ്നേഹിക്കുകയോ ആരാധിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുകയോ ചെയ്യുന്ന ഏവനും ദൈവ ആരാധകരെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുപോലെ വിഗ്രഹാരാധികളാണ്. ഈ കാര്യത്തെ ഒന്ന് പെന്തക്കോസ്റ്റൽ ആത്മീയ ഗോളത്തിൽ വ്യക്തമാക്കി കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നവീന സഭകൾ, മോഡേൺ പെന്തക്കോസ്റ്റൽ ചർച്ചസ് എന്ന് പറയുന്ന ഈ ബ്ലെസ്സിങ് ചർച്ചുകൾ അല്ലെങ്കിൽ അനുഗ്രഹം, ഐശ്വര്യം എന്നിങ്ങനെ മാത്രം പ്രസ്താവിക്കുന്ന ചർച്ചുകൾ കൂണുപോലെ പെരുകി മുളയ്ക്കുക. അവിടെയെല്ലാം ആയിരങ്ങൾ പതിനായിരങ്ങൾ തടിച്ചുകൂടുകയും അവിടെ വലിയ അളവിൽ സമ്പത്ത് വന്നുകൂടുകയും ചെയ്യുന്നു. അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അടയാളങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, അത്ഭുതങ്ങളും അടയാളങ്ങളും അനേകം ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അത് കർത്താവ് മാത്രമാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവ് മാത്രമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയുള്ളൂ എന്നാണ് ഈ കൂട്ടർ വിചാരിച്ചിരിക്കുന്നത്. ഈ അജ്ഞത ആണ് ഇന്ന് പല ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ പല മനുഷ്യർക്കും ഇത്തരം ആളുകളിലേക്ക് ഓടിക്കൂടുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയം ഗൗരവമേറിയ രീതിയിൽ ചിന്തിക്കുക മാത്രമല്ല, അത് മാക്സിമം ആത്മീയ മേഖലയിൽ ഈ പണം, ഐശ്വര്യം അല്ലെങ്കിൽ ജോലി, ഭാവി, ഈ ഭാഗ കാര്യങ്ങളിലേക്ക് വേണ്ടി ഇത്തരം കൂട്ടായ്മകളിലേക്ക് ഓടിക്കൂടുന്നവർ അവിടെ ചെല്ലുമ്പോൾ നിത്യജീവനും ലഭിക്കുന്നുണ്ട് തങ്ങൾക്ക് എന്നുള്ള അബദ്ധധാരണയിലാണ് കഴിയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ കൊറിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരാണെങ്കിൽ നാം സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരെത്രേ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോ ഏതെങ്കിലും പരമ്പരാഗത സഭകളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായ നമ്മെ പോലെ അല്ലെങ്കിൽ അനേകം ആളുകൾ അവർ അവിടെയുള്ളത് വിഗ്രഹാരാധനയാണെന്നും അവിടെ ദൈവവചനം പഠിപ്പിക്കുന്നില്ലെന്നും പറഞ്ഞ് പുറത്തിയാടി ഇക്കൂട്ടരുടെ പിന്നാലെ പോകുന്നു. ശരിയാണ്, അവരുടെ ഇടയിൽ ഇത്തരം ബിംബങ്ങളോ വിഗ്രഹങ്ങളോ ഒന്നും പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ അവരുടെ എല്ലാം ബിംബങ്ങൾ സ്പിരിച്വൽ ബിംബങ്ങൾ, ആത്മീയ ബിംബങ്ങൾ ആയതുകൊണ്ട് അനാത്മികരായ ഈ നേതാക്കന്മാർക്കും അനാത്മികരായ ഈ വിശ്വാസികൾക്കും ഈ ബിംബ ആരാധനയെ കുറിച്ച് തെല്ലും അറിവില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി ആളുകൾ മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് ഈ സമയം ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം പാസ്റ്റർ ജോയി ജോസഫിനോടാണ് ചോദിക്കുന്നത്. പാസ്റ്റർ, ഈ വിഗ്രഹാരാധനയെ സംബന്ധിച്ച് ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ വിഷയം ബൈബിൾ വളരെ ഗൗരവമായി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അത് നമുക്കറിയാം, ആദ്യമായി ഇസ്രായേൽ ജനം തന്നെത്താൻ മോശ ഹോറേ പർവ്വതത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വിഗ്രഹത്തെ, ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞ് വിഗ്രഹം അരുതെന്ന് പറയപ്പെട്ടിരുന്ന ജനത്തിന് വേണ്ടി ജനം തന്നെ വിഗ്രഹം ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുകയും ആ കാളക്കുട്ടിയെ അവർ തങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സിനരിയോ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലും ഇന്നത്തെ ആത്മീയന്മാരുടെ ഇടയിലും ഒരുപോലെ ചർച്ചാ വിഷയമായ ഈ വിഗ്രഹാരാധനയെ സംബന്ധിച്ച് ചുരുക്കമായി നമുക്ക് സമയം, പാനലിൽ 3 പേര് ഉള്ളതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഗൗരവം എത്രമാത്രം ഇന്നത്തെ പെന്തക്കോസ്റ്റൽ സമൂഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിലേക്ക് ഈയാമ്പാറ്റ പോലെ ഓടിക്കൂടുന്ന ആളുകളെ കണ്ണു തുറക്കാൻ എത്രമാത്രം പ്രസക്തമാണ് നമ്മൾ ഇന്ന് ഈ എടുത്തിരിക്കുന്ന വിഷയം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ നിന്നും ബൈബിളിനോട് അനുബന്ധിച്ച് ഉള്ള കാര്യങ്ങളെ ഒന്ന് വിവരിക്കാൻ ഞാൻ കർത്താവിന്റെ ദാസനോട് ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു ചോദ്യമാണ് പ്രിയ കർത്താവിന്റെ ദാസനിലൂടെ ഇവിടെ കേട്ടത്. ഞങ്ങളുടെ വാക്കുകള് പ്രത്യേകിച്ച് ഈ വിഗ്രഹാരാധന എന്ത്
എങ്ങനെ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ വാക്കുകൾ ഏവരും ശ്രവിക്കുക. നിങ്ങളുടെ മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. പുറപ്പാട് 20:4 വായിക്കുമ്പോൾ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയരുത്. പുറപ്പാട് 20:4 അവിടെ വായിക്കുമ്പോൾ മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ, POC ബൈബിൾ ഇങ്ങനെയാണ്, ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുതെന്നാണ്. ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ നിർമ്മിക്കുക മാത്രമല്ല, അതിന്റെ മുൻപിൽ തിരികൊളുത്തുന്നു, അതിന്റെ മുൻപിൽ വണങ്ങുന്നു, അതിന്റെ മുൻപിൽ നേർച്ചപ്പെട്ടി വെക്കുന്നു, അതിന്റെ മുൻപിൽ സാധുക്കളായ ജനങ്ങളെ അതിന്റെ മുൻപിൽ ആ വിഗ്രഹത്തിന്റെ മുൻപിൽ ഉരുളുനേർച്ച നടത്തുന്നു, അവര് മുട്ടിന്മേൽ നിരങ്ങുന്നു, എന്ന് അതുപോലെ തന്നെ മല കയറുന്നു, വലിയ വലിയ തടിയും കുരിശും എടുത്തുകൊണ്ട് മല കയറുന്നു. ഇത്യാദി കാര്യങ്ങൾ തികച്ചും വിശുദ്ധ ബൈബിളിന് ഘടകവിരുദ്ധമാണ്. എന്നാൽ നിങ്ങൾ കേട്ടുവല്ലോ, ഇത് സാമുദായിക ക്രിസ്തീയ സമൂഹത്തിൽ മാത്രമാണ് വിഗ്രഹാരാധന എന്ന് പോലെ ചിന്തിച്ചാൽ അത് വലിയ തെറ്റിദ്ധാരണയാണ്. അത് കർത്താവിന്റെ ദാസൻ അത് സൂചിപ്പിച്ചു. ഇന്ന് പെന്തക്കോസ്തുകാരും വിഗ്രഹാരാധികളാണ്. കാരണം ഏതൊരു ദുരുപദേശത്തിന്റെ പിൻപിൽ, അതിന്റെ പിൻപിൽ ഒരു മനുഷ്യനെ അവരുടെ ഒരു പ്രധാനിയായിട്ട് നിയമിക്കും. എന്നിട്ട് അവരുടെ മുൻപിൽ പോയി ഒരടിമയെ പോലെ, അല്ലെങ്കിൽ അവരുടെ മുൻപിൽ അവരെ ബഹുമാനിക്കണം എന്നുള്ള, കർത്താവിന് കൊടുക്കുന്ന ബഹുമാനത്തെക്കാൾ കൂടുതൽ അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ, പെന്തക്കോസ്തുകാർക്ക് അറിയാം, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുന്നത് നമുക്കറിയാം. ഈ സ്ഥലം മാറ്റത്തിലൂടെ അവര് നന്നായിട്ട് അങ്ങ് പെരുമാറും. ഇതെല്ലാം ഈ സഭാ നേതാക്കന്മാര് നടത്തുന്നു. സഭാ നേതാക്കന്മാര് വാസ്തവത്തിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ധാരാളം കാര്യങ്ങൾ വചനത്തിലൂടെ നമുക്ക് പറയാനും ചിന്തിക്കാനും ഇടയായിട്ട് ദൈവവചനം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇരമ്യാവ് 10:2 വായിക്കുമ്പോൾ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിൽ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്, ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തികളെ സംബന്ധിച്ചാകുന്നു. അവ വെള്ളരിത്തോട്ടത്തിലെ കോലങ്ങൾ പോലെയാണ്. അവ സംസാരിക്കുന്നില്ല, നടപ്പാൻ കഴിയുന്നില്ല. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടത്തിലെ കോലങ്ങൾ പോലെയാണ്. അവയെ നിങ്ങൾ ഭയപ്പെടരുത്. ഒരു ദോഷം ചെയ്യുവാനും ഗുണം ചെയ്യുവാനും അവയ്ക്കു കഴിയുകയില്ല എന്നാണ് ഇരമ്യാവ് 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്. അവിടെ പ്രത്യേകം എടുക്കേണ്ട ഒരു സംഗതി, ജാതികളുടെ വഴി പഠിക്കരുത്. ജാതികളുടെ വഴി എടുത്ത് ഇന്ന് സഭയിൽ വെച്ചിരിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇലക്ഷൻ, വോട്ട് പിടുത്തം, അതിനുവേണ്ടി നടക്കുന്ന മത്സരങ്ങൾ, അതിനുവേണ്ടി നടത്തുന്ന പ്രകടനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. സത്യത്തിൽ ഇത് പൈശാചികമാണ്. അത് വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നു. കാരണം വിശുദ്ധ ബൈബിളിൽ വോട്ട് ഇട്ടല്ല നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. ബൈബിൾ വായിക്കുമ്പോൾ മത്തിയാസിനെ തിരഞ്ഞെടുത്ത ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന, അവിടെ ചീട്ടിട്ടു എന്നാണ്. ചീട്ടിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, ഇവരിൽ ആരെ എടുത്തുവെന്ന് ഞങ്ങളെ അറിയിക്കണം, കർത്താവെ നീ ഇടപെടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ചീട്ട് മത്തിയാസിന് വേണം, യൂദയ്ക്ക് പകരം. അപ്പോൾ അതുപോലെ ചീട്ട് തർക്കങ്ങളെ തീർക്കുന്നു എന്നാണ് ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നത്. മറ്റൊരു സംഗതി നമുക്ക് കാണുവാൻ കഴിയുന്നത്, യോനയുടെ സംബന്ധിച്ചും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ചീട്ട് യോനയ്ക്ക് തന്നെ വീണു. അപ്പൊ വോട്ടിടുക എന്നുള്ളത് ജാതികളുടെ വഴിയാണ്. അതിലും ഒരു വിഗ്രഹാരാധനയുണ്ട്.
നേതാവിന്റെ മുൻപിൽ നേതാവിനെ എല്ലാവരും പോയി നമസ്കരിക്കണം എന്നുള്ള ഒരു പ്രവണത ദാനിയേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ അവിടെ ഒരു വ്യക്തിയെ ആരാധിക്കുവാൻ യേശുവിനെ ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ, അല്ല ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യനെ ആരാധിക്കുന്നു. മനുഷ്യനെ വലിയ പ്രാധാന്യത കൊടുത്ത് മുൻപോട്ട് പോകുന്ന എല്ലാ സംഘടനകളും അത് പൈശാചികമാണ്, അത് വിഗ്രഹാരാധനയാണ്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉള്ളതല്ല എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സമയം കൂടുതലായിട്ടില്ലല്ലോ, ഒരുപക്ഷെ ഇതിന്റെ തുടർ ആഴ്ചകളിൽ ഇതിന്റെ ബാക്കി കാണും എന്നുള്ളത് കൊണ്ട് ഞാൻ വലിയൊരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ അത്ഭുതം നടക്കുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതുപോലെ വിഗ്രഹങ്ങൾ, കർത്താവ് ഉണ്ടാക്കിയ വിഗ്രഹത്തിന്റെ ചരിത്രം, കർത്താവ് പറഞ്ഞത് കെരൂബുകളെ ഉണ്ടാക്കാൻ പറഞ്ഞു, അപ്പൊ അത് വിഗ്രഹാരാധനയിൽപ്പെട്ടതല്ലേ? അതുപോലെ തന്നെ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി, അത് വിഗ്രഹാരാധനയല്ലേ? ഇങ്ങനെയുള്ള ഇത്യാദി ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുള്ള മറുപടി ദൈവദാസന്മാരിലൂടെ അല്ലെങ്കിൽ ഞങ്ങൾ അത് നൽകുന്നതാണ്. നിങ്ങൾ ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുമുള്ള ഒന്നിന്റെയും പ്രതിമ നിങ്ങൾ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ആരാധനാ വിഷയമാക്കി തീർക്കുകയോ അതിന്റെ മുൻപിൽ ദീപം കൊളുത്തുകയോ ചെയ്യാൻ പാടില്ലെന്ന് വിശുദ്ധ വചനം പറയുമ്പോൾ അതിനെ അനുസരിക്കുവാൻ ഈ അന്ത്യകാലത്ത് ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയും ബാധ്യസ്ഥനാണ്. ഹിന്ദുക്കൾക്ക് വിഗ്രഹാരാധനയുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ കാണുവാൻ കഴിയുന്നത്. 2 തെസ്സലോനിയർ 2:9 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അധർമ്മ മൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അതാണ് പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചത്. എവിടെയോ വായംഗ്ലൂരൊക്കെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടത്തുന്നു. അതിനുവേണ്ടി പല വ്യാജ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇത് സാത്താന്റെ പ്രേരണയാലാണ് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത ആർക്കാ? നശിച്ചു പോകുന്നവർക്ക്. യഥാർത്ഥ ദൈവത്തെ, സത്യദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന വ്യക്തിക്ക് ഇതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. യേശുവിന് കൊടുക്കേണ്ട മഹത്വം മറ്റാർക്ക് കൊടുത്താലും അത് വിഗ്രഹാരാധനയാണ്. അപ്പോൾ അത് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും, അപ്പൊ ഈ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും, അവിടെ അത്ഭുതം, ഇവിടെ അടയാളം, ഇവിടെ അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ ഓടുമ്പോൾ അവിടെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്, നിങ്ങൾ ഓടരുത് എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോൾക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഒന്നുകൂടെ ആ ഭാഗം വായിച്ച് ഞാൻ നിർത്തിക്കോളാം. ഇന്ന് നടക്കുന്ന അത്ഭുതങ്ങളുടെ പിന്നിൽ പിശാചാണെന്നും ഇത് നശിച്ചു പോകുന്നവരാണ് അതിന്റെ പിന്നാലെ ഓടുന്നതെന്നും ഒന്നുകൂടെ വായിച്ച് നിർത്തിക്കോളാം. പിന്നെ കർത്താവിന്റെ ദാസന്മാര് സംസാരിക്കട്ടെ. അത് ഞാൻ വായിക്കുന്ന 2 തെസ്സലോനി 2:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ദയവായി വിഗ്രഹത്തിലേക്കും അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും പിന്നാലെയും നേതാക്കന്മാരുടെ പുറകെ അവരെ ദൈവത്തെക്കാൾ കൂടുതൽ വലിയ എന്തോ കൽപ്പിച്ച് മുൻപോട്ട് പോകുന്ന ഏത് പൈശാചിക പ്രേരണയുള്ളവർക്കും ഈ വാക്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനത് വായിക്കാം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്, ജീവനിലേക്ക് പോകുന്നവർക്കല്ല, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും, അപ്പൊ ആ ശക്തി ഏതാ? വ്യാജമായ ശക്തിയാണ്. വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും, ധാരാളം അടയാളങ്ങളെ കാണും, അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇനി ശ്രദ്ധിക്കണം,
അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച്, സത്യവചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവെന്ന് ഗ്രഹിക്കാതെ സത്യത്തെ സ്നേഹിച്ച് അവർ രക്ഷിക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. അപ്പൊ ഈ വ്യാജ ആത്മാവിന്റെ പുറകെ പോകാൻ കാരണം സത്യത്തെ സ്നേഹിക്കായികയാലാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അവർ രക്ഷിക്കപ്പെടുവാനല്ല ആഗ്രഹിക്കും, താൽക്കാലിക നന്മ അത് കിട്ടണം. അതിനുവേണ്ടി ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിളംബരം ചെയ്യുന്ന സാത്താനിക പ്രേരണയുള്ള ഈ ന്യൂ ജനറേഷനിലേക്ക് അനേകർ പോയി എത്തപ്പെടുകയാണ്. അപ്പോൾ സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഫോഴ്സ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഒരു വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. മത്തായി 24:24 കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കൾ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ എന്നാണ്. കള്ളക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കള്ള അഭിഷേകം പ്രാപിച്ചവർ അനേകര് അന്ത്യകാലത്ത് എഴുന്നേൽക്കും. അവരുടെ പിന്നാലെ പോകുന്നതും വിഗ്രഹാരാധനയാണ്. സഭയുടെ നേതാവിനെ തൊഴുത് നേതാവ് പറയുന്നതെല്ലാം ദൈവവാക്യം എന്ന് ചിന്തിച്ച് ഒരു സംഘടനകളെല്ലാം അങ്ങനെ ഒരു രീതിയിലേക്ക് മറ്റുള്ളവരെ അടിമകളാക്കി ആരെങ്കിലും എതിർത്താൽ അവനോട് പകരം വീട്ടാൻ നിയമങ്ങൾ വെച്ച്, ഏതാ ബൈബിളിലെ നിയമമല്ല, അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം വെച്ച് പോരാടുന്ന ഒരു പോരാട്ടത്തിന്റെ നടുവിൽ ഇവിടെ ക്രൈസ്തവ ലോകം കുടുങ്ങിപ്പോയിരിക്കുന്നു. സത്യത്തിലേക്ക് വരുവാൻ ഞങ്ങൾ ഈ പ്രസ്താവിക്കുന്ന വചനം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കും. അത് മ്യൂട്ടാവാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമായിരുന്നു പാസ്റ്റർ. വളരെ അനേക തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ വളരെ സുവ്യക്തമായ രീതിയിൽ വിഗ്രഹാരാധനയെ സംബന്ധിച്ച് സംസാരിച്ചു. അത് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഇത് വളരെ വലിയൊരു വിഷയമാണ്. പലരും തങ്ങൾ വിഗ്രഹങ്ങൾ അവയെ വെക്കുന്നില്ല, അവയെ വണങ്ങുന്നില്ല, അവ ഞങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും ഞങ്ങൾ അതിനെ ആരാധിക്കുന്നില്ല എന്നൊക്കെ അവരുടെ മനസാക്ഷിക്ക് അവരെ കുറ്റപ്പെടുത്തുമ്പോഴും അവർ ആ സത്യം അംഗീകരിക്കാതെ അത് ഞങ്ങൾക്കത് വിഗ്രഹമല്ല, കേവലം ഒരു പ്രതീകം മാത്രമാണ്. നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ ഫോട്ടോ നമ്മൾ വെക്കാറുണ്ടല്ലോ, അതുപോലെ മാത്രമേ നമ്മളത് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു ലാഘവത്തോടെ ഈ വിഗ്രഹാരാധനയെ ന്യായീകരിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ഈ സാമുദായിക സംഘടനാ സഭകളിലും മതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് ഈ വിൽസൺ ബ്രദറിനോടാണ് ചോദ്യം. ഇപ്പൊ നമുക്കറിയാം, അനേകം ആളുകൾ പറയുന്ന ഒരു കാര്യം, ഈ സഭകളിലൊക്കെ, ഈ ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ സഭകളിലൊക്കെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പിശാച് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണല്ലോ. നമുക്കറിയാം പല കാര്യങ്ങൾ ചെയ്യുവാൻ, അടയാളങ്ങൾ ചെയ്യാൻ. കാരണം ഈജിപ്തിലെ മന്ത്രവാദികൾ മോശ വടി ഇട്ട് പാമ്പായതുപോലെ അവരും വടിയിട്ട് പാമ്പാക്കിയിട്ടുണ്ട്. അപ്പോ മാത്രമല്ല, ഇത്തരം കാര്യങ്ങളെ ചെയ്യുവാൻ പിശാചിന് കഴിയും. കാരണം അതും ഒരു ആത്മാവാണ്. അപ്പോ പലരുടെയും വിചാരം ഈ അത്ഭുതങ്ങൾ നടക്കുന്നതൊക്കെ ദൈവവചനത്തിൽ വാസ്തവമായിട്ടുള്ള വചനത്തിന്റെ വ്യവസ്ഥകളൊന്നുമില്ല. ഒരു കൂട്ടായ്മ കൂടുന്നു, അവിടെ ഭയങ്കര ആരവമുണ്ട്, അവിടെ വലിയ ചാട്ടവും തുള്ളലുണ്ട്, അവിടെ ഭയങ്കര മ്യൂസിക് ഉണ്ട്, അവിടെ ധാരാളം ആളുകൾ ഓടിക്കൂടുന്നുണ്ട്, അതിന് നടുവിൽ അത്ഭുതങ്ങൾ നടക്കുന്നതായി കാണുന്നുണ്ട്. ഞാൻ ആ അത്ഭുതങ്ങൾ ശരിയോ തെറ്റോ ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്തുമായിക്കൊള്ളട്ടെ, ഇത് ആത്മീയ മണ്ഡലത്തിൽ അനേകം ആളുകൾക്ക് ഈ ഇങ്ങനെ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് കൊണ്ട് അത് യഥാർത്ഥ സഭയാണ് എന്ന് ഒരു ധാരണ അനേകം ആളുകൾക്കുണ്ട്. നമ്മുടെ ഈ വിശ്വാസ വഴിയിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള പല ആളുകളും അവിടെ നടക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ലേ, അവിടെ അത്ഭുതങ്ങളില്ലേ, അവിടെ അടയാളങ്ങളില്ലേ, അപ്പം അവിടെ സൗഖ്യമുണ്ടാകുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ അതെങ്ങനെയാ ദൈവസഭയല്ലാതാകുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യം വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തെ നമ്മള് വിഗ്രഹ ആരാധനയും അതുപോലെ വചനവിരുദ്ധമായ സഭാ കൂട്ടായ്മകളുമായി ബന്ധപ്പെടുത്തി ഇതിനെ ഒന്ന് വിശദീകരിക്കാം.
പ്രൈസ് ദി ലോർഡ്. വളരെ നല്ല ഒരു ചോദ്യമാണ്. ഇന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഇന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പലരും പല സഭകൾ മാറിപ്പോകുന്നത്. ഈ പറഞ്ഞ മാതിരി ഒരു പെന്തക്കോസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ നാട്ടിൽ കൂടിയപ്പം മുതൽ നമ്മൾ കാണുന്നു അമേരിക്കയിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പല മിനിസ്റ്റേഴ്സ് അവിടെ കടന്നു വരുന്നു. അവരുടെ മിനിസ്ട്രി ഭയങ്കരമായിട്ട് വിപുലമായിട്ട് അവിടെ നടക്കുകയും ചെയ്യുന്നു. അവർക്ക് നല്ല കാശുമുണ്ട്. അവർ നല്ല ഒരു സെറ്റപ്പിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. അങ്ങനെ പല പാസ്റ്റേഴ്സ് ഉണ്ട്. ആരുടെയും പേര് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഏത് ഒരു മത ആചാരങ്ങളും ഇപ്പൊ ഇന്ത്യയിൽ പ്രത്യേകിച്ചും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെയും നമുക്കുണ്ട് ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞ് അവിടെ ഒരു നേർച്ച നേർന്നാൽ നമുക്ക് ഇന്നത് ലഭിക്കും. അവിടെ ചിലയിടത്ത് ചിലപ്പം സൗഖ്യമായിരിക്കും, ചിലയിടത്ത് നമുക്ക് പണത്തിന്റെ ആയിരിക്കും, ചിലയിടത്ത് ആണെങ്കിൽ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകാൻ വേണ്ടിയായിരിക്കും, ചിലയിടത്ത് സന്താനം ഉണ്ടാകാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ പലതരത്തിലെ അമ്പലങ്ങളും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ പലതരത്തിലെ കത്തോലിക്ക പള്ളികളോ അങ്ങനത്തെ പല പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ അവിടെയും പോയി ആൾക്കാർക്ക് ചിലർക്ക് ലഭിക്കുന്നു, ചിലർക്ക് ലഭിക്കുന്നില്ല. ഇതൊക്കെ എല്ലാം ഒരു മാനുഷികമായി ചിലത് കിട്ടേണ്ടത് കിട്ടുന്നു, അല്ലെങ്കിൽ ചില പറയുന്ന മാതിരി ഇല്ലേ മോട്ടിവേഷൻ തിയറിയുടെ മാതിരി നമ്മൾ എന്തെങ്കിലും തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുമെന്ന് പറയുന്ന പോലെ ചില പഠിപ്പീരുകൾ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മാനുഷികമായി പല കാര്യങ്ങളും നേടുവാൻ വേണ്ടി മനുഷ്യൻ ഓരോ കാര്യങ്ങളുടെ പുറകെ പോകുന്നതിന്റെ ഒരു പുതിയ ബ്രാൻഡുകൾ മാത്രമായിട്ട് നമുക്ക് ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണാം. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആയാലും ഒരു പ്രത്യേക പാസ്റ്റർ ഏജിയിലുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക പാസ്റ്റർ ചർച്ച് ഓഫ് ഗോഡിലുണ്ട്. ആ പാസ്റ്ററിന്റെ അടുക്കെ പോയി പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു മാനസികമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഗ്രഹം ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന യൂട്യൂബിലാണ്. ഏതെങ്കിലും ഒരു പാസ്റ്റർ ഒരു ഡോക്ട്രീൻ പഠിപ്പിക്കാൻ ഇറങ്ങി, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഡോക്ട്രീൻ പഠിപ്പിക്കുമ്പോൾ ആർക്കും വലിയ ഇൻട്രസ്റ്റ് അതിനകത്ത് വരാറില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ തന്നെ ഇപ്പൊ ഒരു പ്രെയർ ടവർ ഫോർ സിക്ക് പീപ്പിൾ, അല്ലെങ്കിൽ പ്രെയർ ടവർ ഫോർ ലൈഫിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രെയർ ടവറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ള ജാതികളെ പോലെ നമ്മുടെ നീഡ്സിന് വേണ്ടിയാണോ നമ്മൾ ദൈവത്തിന്റെ അടുക്ക് പോകുന്നത്, അതോ സൃഷ്ടാവായ ദൈവത്തെ അറിയാനും നമുക്കൊരു പിതാവുണ്ടെന്നും ഈ ജീവിതം കഴിഞ്ഞൊരു ജീവിതം ഉണ്ടെന്നും ആ ജീവിതത്തെ പറ്റി ദൈവത്തോട് ചോദിച്ചറിയുവാനോ അതിനെപ്പറ്റി അറിയുവാനോ ദൈവം ആരെന്നറിഞ്ഞിട്ട് ആ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണോ നമ്മൾ ദൈവത്തിന്റെ അടുക്ക് പോകുന്നത്? ഇതാണ് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്നത് അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. അതാണ് നമ്മൾ ദൈവത്തെ പറ്റി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ തന്നെ കാണുന്നു, യോശുവ പറയുന്നു, യോശുവയുടെ പുസ്തകത്തിനകത്ത് 24-ാമത്തെ അധ്യായത്തിനകത്ത് യോശുവ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു നദി കടക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ദേവന്മാരെയാണോ നിങ്ങൾ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതോ നിങ്ങളെ വിടുവിച്ച് ഈ മിസ്രൈമിൽ നിന്നും നിങ്ങളെ ഇവിടം വരെ കൊണ്ടുവന്ന യഹോവയായ ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്നത്? അപ്പം ഈ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ആ മരുഭൂമിയിൽ നടന്നപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളെ കാളയാണ് വലിച്ച് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്, അതുകൊണ്ട് കാള ദൈവമായി എന്നുള്ള ആ ഒരു മനുഷ്യന്റെ ആ ഒരു പ്രകൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത് വെച്ചാണ് എന്റെ കാര്യം നേടിയിരിക്കുന്നത്, അതാണ് എന്റെ ദൈവം എന്നുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്. അതിനകത്ത് വലിയ നമ്മള് സയൻസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. മനുഷ്യരെ സംബന്ധിച്ചോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെനിക്ക് എന്തെങ്കിലും നേടിത്തരുന്നോ അത് ഒരു ദേവനെ പോലെ ആയിത്തീരുവാൻ വളരെ വളരെ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ
മലയാളികൾ സംസാരിക്കുമ്പോൾ തന്നെ അയാൾ എനിക്കൊരു ദൈവത്തെ പോലെയാണ് എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യസാധ്യം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ഒരു ദൈവത്തെ പോലെ ആയിത്തീർന്നു. അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്നു, മനുഷ്യനെ ദേവനെ പോലെ കാണുന്നു. ഇപ്പൊ നമസ്തേ എന്ന് പറയുന്നത് പോലും എന്നിലുള്ള വലിയവൻ നിന്നിലുള്ള വലിയവനെ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ എല്ലാത്തിനകത്തും വിഗ്രഹാരാധന വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു പെന്തക്കോസ് സമൂഹം ഇന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡുമായിട്ട് ഒരു പാസ്റ്റർ ഇറങ്ങുമ്പോൾ ആ പാസ്റ്ററിലേക്ക് മനുഷ്യർക്ക് ആകർഷിക്കപ്പെടുവാൻ വളരെ എളുപ്പമാണെന്ന് ആ പാസ്റ്റർമാർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടും മിക്കവാറും മിനിസ്ട്രിയിൽ ഇറങ്ങുന്നവര് ഇങ്ങനെ ഒരു ബ്രാൻഡുമായിട്ടാണ് അവർ ഇറങ്ങുന്നത്. അതിനകത്ത് ഒന്നോ രണ്ടോ ഒരു അത്ഭുതം നടന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാ മേഖലകളിലും അങ്ങനെ ചില അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ചില ചേഞ്ചസ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് പിന്നെ അതൊരു എക്സാമ്പിൾ ആക്കി അതൊരു ടെസ്റ്റിമോണി ആക്കിയിട്ട് പിന്നെ ആൾക്കാർ അതിലേക്ക് ഭയങ്കര കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നതും പിന്നെ ഈ പറയുന്ന മാതിരി കർത്താവ് പറയുന്നത് പോലെ നിങ്ങൾ എന്റെ നാമത്തിൽ സൗഖ്യം നൽകി, നിങ്ങൾ എന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ ചെയ്തു, പക്ഷെ ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെ അറിഞ്ഞിട്ടുമില്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാര്യം നേടിയത് കൊണ്ട് ഒരിക്കലും കർത്താവിനെ അറിയുകയോ നിത്യജീവനിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്വം എന്താണെന്നും പിതാവാരെന്നും ദൈവം ആത്മാവാകുന്നു എന്നും പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദിവസം വരുന്നു എന്ന് കർത്താവ് ആ സ്ത്രീയോട് പറയുന്നു. അപ്പൊ ഇന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പിതാവിനെ അറിയുകയും പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനും നമ്മൾക്ക് സാധിച്ചില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും നിത്യജീവൻ ലഭിക്കത്തില്ല. ജാതികളെ പോലെ തന്നെ നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമത്തെ മരണത്തിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യും. അപ്പം ഈ ബൈബിളിലെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യജീവനിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. ഈ ലോകത്തിലെ വിഗ്രഹങ്ങൾ അതെന്തായാലും നമ്മുടെ ആവശ്യങ്ങളായാൽ ഈ ലോകത്തിലെ എന്ത് ആയാലും അത് വിഗ്രഹമായി മാറത്തേ ഉള്ളൂ. അപ്പം നമ്മൾ കാണുന്നു ഒരു യുദ്ധത്തിന്റെ രീതിയിൽ തന്നെ വചനം പറയുന്നു, കുതിരകളിലും അല്ല ആയുധങ്ങളിലും അല്ല ഞങ്ങളുടെ കർത്താവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവന്റെ നാമത്തിൽ ഞങ്ങൾ ആശ വെക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് കഷ്ടമുള്ള കാര്യമാണ്. ചിലപ്പോൾ കഷ്ടപ്പാടുകൾ വരും, നമ്മൾ തനിച്ചായിരിക്കുന്ന സാഹചര്യങ്ങൾ വരും. പക്ഷെ അങ്ങനെ നടക്കുവാനാണ്, അങ്ങനെ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാനാണ് ഒരു ദൈവ പൈതലിനുള്ള വിളി. ആ ഒരു ജീവിതം നമുക്ക് ദൈവത്തിൽ നൽകിയിരുന്ന സാഹചര്യങ്ങളല്ല നമ്മളെ നയിക്കേണ്ടത്, മറിച്ച് ദൈവത്തിന്റെ ആ വലിയ പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിക്കേണ്ടത്. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായിരുന്നു. നമുക്ക് അറിയാം ആത്മീയ മണ്ഡലങ്ങളിലെ ആളുകൾക്ക് ഇന്നത്തെ ന്യൂ ജനറേഷൻ സഭകളിൽ ഓടിക്കൂടുന്നവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പരാജയം അവര് വചനം അറിയാത്ത ആളുകൾ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. കാരണം ഈ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്നോ അല്ലെ സംഭവിച്ചിട്ടുണ്ട് എന്നോ തെളിയിക്കുന്ന സംഭവങ്ങളൊന്നും വിശുദ്ധ വേദ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നത്തെ പുതിയ വളർന്നു വരുന്ന, അതായത് ആൾ സംഖ്യയിൽ വളരെയധികം പെട്ടെന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന സഭകളിൽ നമുക്കറിയാം അവിടെ ഒന്നും ബൈബിൾ അടിസ്ഥാന ഉപദേശമായി പഠിപ്പിക്കുന്നില്ല. അവിടെ അവരുടെ ഉപദേശത്തിന്റെ പോയിന്റ് അല്ലെങ്കിൽ അവരുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹീലിംഗ് അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അവർ വെച്ചിരിക്കുന്നത്. പ്രോസ്പെരിറ്റി ഇവർക്ക് ഓഫർ ചെയ്യാം, നിങ്ങൾക്ക് സമ്പത്തുണ്ടാകാം, അങ്ങനെ ഈ സഭയ്ക്ക് പണം തന്നാൽ ഇവിടെ കൂടി വന്ന് ഞായറാഴ്ച പണം കിട്ടും. പിന്നെ ഹീലിംഗിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഒരുപാട് ഹീലിംഗ് തട്ടിപ്പുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവരാരും ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു ഗെയിം പ്ലാനിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ടീം വർക്കാണ് അവര് ഒരു ഹീലിംഗ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഹീലിംഗിന് വേണ്ടി അവര് ഒന്ന് രണ്ട് ആളുകളെ പ്രസന്റ് ചെയ്യുക, എന്നിട്ട് അവർക്ക് ഹീലിംഗ് ഉണ്ടായിരുന്നു, അവർക്ക് ഇന്ന അസുഖം ഉണ്ടായിരുന്നു, പാസ്റ്റർ ഇന്ന സ്ഥലത്ത് കൈവച്ചപ്പോൾ അല്ലെങ്കിൽ പാസ്റ്റർ സ്റ്റേജിൽ നിന്ന് പേര് പറഞ്ഞപ്പോൾ എനിക്ക് സൗഖ്യമായി എന്നൊക്കെ പറഞ്ഞ് ഒരു ടെസ്റ്റിമണി ഉണ്ടാക്കിയിട്ട് ആ ടെസ്റ്റിമണി
ഉപയോഗിച്ച് ഈ സഭയിലേക്ക് ആളെ കൂട്ടുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എല്ലാം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നത് കർത്താവ് പറഞ്ഞ പോലെ പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകും. ദൈവവചനത്തിന്റെ ABCD അതിന്റെ ബാലപാഠങ്ങൾ പോലും ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ഇവർക്ക് വേഗത്തിൽ തെറ്റിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരെല്ലാം പ്രോസ്പെരിറ്റിയും ഉദ്യോഗ കയറ്റവും അതുപോലെ നല്ല ജോലിയിലേക്കുള്ള പുതിയ അവസരങ്ങളും അതുപോലെ നല്ല അലയൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വേണ്ടിയിട്ട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല വ്യക്തി കേന്ദ്രീകൃതമായ നിലകളിലേക്ക് ക്രൈസ്റ്റ് സെന്റേഡ് എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഇൻഡിവിജ്വൽ സെന്റേഡ് ആയിട്ടുള്ള പാസ്റ്റർ സെന്റേഡ് ആയിട്ടുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. ഈ ഒരു കാര്യം ആളുകൾ മനസ്സിലാക്കാതെയാണ് പോകുന്നത്. കാരണം ബ്രദർ വിൽസൺ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും ഒരു സ്വർഗീയ പിതാവിന്റെ മക്കളാണെന്നും നമ്മളെല്ലാം ആദാം എന്ന ഒരു മനുഷ്യന്റെ ലംഘനത്താൽ ആ പുത്രത്വത്തിൽ നിന്ന് വീണുപോയവരാണെന്നും ഇവിടെ നാം നമ്മുടെ ഈ തരത്തിലുള്ള ജീവിതം ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതത്തിന്റെ അന്ത്യം ഒരു മൃഗസമാനമായ മൃഗങ്ങളെ പോലെ മരിച്ചു പോകുന്നു, പ്രത്യാശയില്ലാതെ പോകുന്നു, പിന്നെ ഒടുക്കത്തെ ഒരു രണ്ടാമത്തെ മരണത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു, നിത്യമായ ദൈവത്തിൽ നിന്നുള്ള വേർപാടിലേക്ക് കടന്നു പോകുന്നു. ഇത് വലിയൊരു വില കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തെ മറച്ചു വെക്കുകയും ഇതാണ് പ്രധാനമായിട്ട് പ്രസംഗിക്കപ്പെടേണ്ട വിഷയം എന്നുള്ളത് അറിയാമായിരിക്കെ ജനത്തെ അതിലേക്ക് നടത്താതെ വളരെ വലിയ വഞ്ചനയിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്ന ഈ ദൈവദാസന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഈ ആളുകൾ ദൈവവചനം മറച്ചു പിടിക്കുകയും ദൈവവചനത്തിലെ സത്യങ്ങൾ മനുഷ്യർ കാണാതെ വണ്ണം മൂടിക്കളഞ്ഞ് പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമായി അവരുടെ സഭാപ്രവർത്തനത്തെ ചുരുക്കുകയും അങ്ങനെ അവർ പല സ്ഥലങ്ങളിലേക്കും ബ്രാഞ്ചുകളായിട്ട് ഇട്ട് അവിടെ എല്ലാം പല ആളുകളെ ആക്കി വെച്ചിട്ട് അവിടെ നിന്നെല്ലാം അവർ ഫണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം വളരെ പരക്കെ നമുക്ക് ഒരു കഴിഞ്ഞ ഒരു 2 ദശകം ഒരു 2 decades നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ അതായത് 20 വർഷങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ 1990-കളിൽ ആണ് ആദ്യത്തെ കാലഘട്ടങ്ങളിലാണ് റെയ്നാഡ് ബോംഗെ ആഫ്രിക്കൻ മിഷണറി കേരളത്തിൽ വരുന്നത്. പിന്നീട് അതിന് തൊട്ട് മുമ്പായി പോൾ യോങ്കീശോ കേരളത്തിൽ വന്നു. പിന്നീട് നമ്മുടെ ബെന്നിഹിൻ വന്നു. ഇങ്ങനെയുള്ള ആളുകൾ വന്നപ്പോൾ പെട്ടെന്ന് ആളുകൾ ഇത്തരമുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ഹീലിംഗ് മിനിസ്ട്രികളിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവർക്കൊക്കെ നമുക്കറിയാം, അവർക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. പിന്നീട് പലരും സ്ത്രീ വിഷയങ്ങളിലൊക്കെ വീണ് ഇടറിപ്പോയെങ്കിലും അവരുടെ കാലഘട്ടങ്ങളിൽ അവരുടെ മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ഈ മാത്യു കുരുവിള എന്ന് പറയുന്ന തങ്കു എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ആ അവസരം അദ്ദേഹത്തെ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് അദ്ദേഹത്തിൽ ഒരു വലിയ മിനിസ്ട്രി ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ഇവൻ ബോംഗെ തന്നെ പ്രസ്താവിക്കുകയും ചെയ്തു. അവിടുന്നാണ് ചെറിയ തോതിൽ ആരംഭിക്കപ്പെട്ട് ഇന്ന് ഒരു കോർപ്പറേറ്റ് റിലീജിയൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ചർച്ച എന്നുള്ള നിലയിലേക്ക് ഈ സഭകൾ വരികയും പിന്നീട് അതിൽ ഉണ്ടായിരുന്ന വളർച്ച കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ, ഡാമിയൻ ബ്ലെസ്സിങ് ടുഡേ ഡാമിയൻ, അതുപോലെ മറ്റു പലരും, ഞാൻ പേരെടുത്ത് പറയാൻ പോയാൽ ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇത് വലിയൊരു ഹാർവെസ്റ്റ് ഉണ്ടാക്കുന്ന, വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണ്, ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ലാതെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണ് എന്ന് കണ്ടുകൊണ്ട് കടന്നു വന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ അവർ വാഗ്ദാനം ചെയ്തതോ അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്തതോ ആയ സംഭവങ്ങളിലൂടെ അനേകം ആളുകൾ അവരെ വിഗ്രഹങ്ങളായിട്ട് ആരാധിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു. അതേസമയം അവർക്ക് ഈ ജനം പണത്തിന്റെ ഒരു വേദിയായി കണ്ട് പണം അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കണ്ടു. എന്റെ ചോദ്യം, വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, ഈ ധനമോഹം അല്ലെങ്കിൽ ഗ്രീഡ് ഫോർ മണി അത് ഒരു വിഗ്രഹാരാധനയാണെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ 2 എഫേസ്യ ലേഖനത്തിലും അതുപോലെ തന്നെ
കൊളോസി ലേഖനത്തിലും വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ദൈവദാസന്മാർ എന്ന് പറയുന്ന ഈ ആളുകൾക്കും ഈ കാര്യം അറിയാം. ധനത്തിന് വേണ്ടിയുള്ള ഈ മോഹം ഇതും വിഗ്രഹാരാധനയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു ബ്രീഫിംഗ് വേണ്ടിയാണ് ഞാൻ ബ്രദർ സൈമണ് ഈ സമയം വേർതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ് ആക്ച്വലി ഇത്. നമ്മള് മത്തായി സുവിശേഷം 6:24 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നോ മാൻ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ് എന്നാണ്. അപ്പൊ നമ്മൾ മിക്കവാറും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസ്റ്ററിനെ പോലും നമുക്ക് സെർവ് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ ഈ പറഞ്ഞ ചർച്ചുകളും ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ അവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 മാസ്റ്റേഴ്സിനെയാണ്. ഓക്കെ, അപ്പൊ അവിടെ തന്നെ അവർക്ക് തെറ്റിക്കഴിഞ്ഞു. ഇവിടെ നമ്മളോട് പറയുന്നത് പറഞ്ഞാൽ നോ മാൻ ക്യാൻ സെർവ് 2 മാസ്റ്റർ ഫോർ ഈതർ ഹി വിൽ ഹേറ്റ് ദ വൺ. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ ആളിനെ നമ്മൾ ഹേറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ഈ സഭകളിലേക്ക് നേതാക്കന്മാരെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം പണക്കാരായി തീർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവര് ഹേറ്റ് ചെയ്യുന്നില്ല, ധനത്തെ അവര് ഹേറ്റ് ഒന്നും ചെയ്യുന്നില്ല. അവര് ആ ദൈവത്തിനെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അവര് ദൈവത്തിനെ അല്ല, മാമോനെയാണ് അവർ സ്നേഹിക്കുന്നത്. ദൈവത്തിനെ അവർ ആക്ച്വലി 3 ആക്കി അവര് യഥാർത്ഥ ദൈവം ആരാന്ന് പോലും അറിയാതെ ഇങ്ങനെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുക. അവര് പല അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ബൈബിളിനകത്ത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ എന്തുവാ, യേശു ക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ നടന്ന സമയത്തും സേറ്റൻ വന്നിട്ട്, ലൂസിഫർ വന്നിട്ട് കൊടുത്ത ഓഫർ എന്തൊക്കെയാ? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ കല്ലുകൊണ്ട് അപ്പം ആക്കിത്തരാം. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വയറാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിട്ട് നമ്മൾ കാണുന്നത്. ആ വയറിലാണ് ഈ പാസ്റ്റർമാരെല്ലാം, മിക്ക പാസ്റ്റർമാരെല്ലാം വീണു പോകുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ജീവിത സാഹചര്യം ഇമ്പ്രൂവ് ചെയ്യണം. അവർക്ക് വന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവർക്ക് ചൊവ്വനേരം കഴിക്കാൻ പോലുള്ള ഒരു സാഹചര്യം കാണത്തില്ല. അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പ്രോമിസ് കാണുന്നത്, ഇത് കാണുന്ന എല്ലാം നിനക്ക് തന്നേക്കാവുന്ന പ്രോമിസ് ചെയ്തിരിക്കുന്നത് സേറ്റൻ. ഇത് തന്നെയാണ് ഇവര് വന്നു കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ വയറ് നിറയ്ക്കുവാന്ന. അത് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അതിനെ ഒരു ബ്രാഞ്ച് ആക്കി, പിന്നെ അതിനെ ഒരു ഗ്രൂപ്പ് ആക്കി, ഇങ്ങനെ വലിയ വലിയ സമൂഹങ്ങളാക്കിയിട്ട് ലാസ്റ്റ് വന്നിട്ട് ജനങ്ങളെ എല്ലാം കുഴിയിലോട്ടാക്കുക. അവരെ കൊണ്ട് 3 മാസ്റ്ററിനെ സർവ് ചെയ്യിപ്പിക്കുക. ഒന്ന് പിതാവുണ്ട്, ഒന്ന് പുത്രനുണ്ട്, ഒന്ന് പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞ 3 ആൾക്കാരെ ആക്കിയിട്ട് ഇവിടെ നമുക്കറിയാം യഥാർത്ഥത്തിൽ 2 മാസ്റ്റർമാരെ ബൈബിള് കാണിക്കുന്നുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ ദൈവമാണ്, രണ്ടാമത്തേത് മാമോനാണ്. അപ്പൊ ഈ 2ന്റെ പുറകെ ജനങ്ങളെ അവര് പണത്തിന്റെ പുറകെ ആവും, ദൈവത്തിന്റെ പുറകെ 3 ആക്കിയിട്ട് ജനങ്ങളെ എല്ലാം അങ്ങോട്ടും തള്ളിവിടും. അവരും നരകത്തിലെത്തും. ഈ ഇവരുടെ പുറകെ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് പുറകെ നടക്കുന്നവരും നരകത്തിൽ തന്നെ എത്തും. ഇന്ന് നമ്മൾ കാണുന്ന ഇപ്പൊ തന്നെ വിൽസൺ ബ്രദർ പറഞ്ഞ പോലെ തന്നെ അത്ഭുതങ്ങളാവട്ടെ, പല വീരപ്രവർത്തികളാവട്ടെ, നമ്മൾ മത്തായി സുവിശേഷം മത്തായി 7:22 അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മെനി വിൽ സേ ടു മീ ഇൻ ദാറ്റ് ഡേ ലോർഡ് ലോർഡ് വി ഹാവ് പ്രൊഫസൈസ് ഇൻ ദൈ നെയിം. അപ്പം പ്രൊഫസൈസ് ചെയ്യാനൊക്കും, ദൈവത്തിന്റെ നാമത്തിൽ പ്രൊഫസൈസ് ചെയ്യാനൊക്കും. ഇൻ ദൈ നെയിം ഹാസ് കാസ്റ്റ് ഔട്ട് ഡെവിൾ. അപ്പം ഈ പ്രേതങ്ങളെയും നമുക്ക് ഇറക്കി വിടാനൊക്കും. ഇൻ ദൈ നെയിം മെനി വണ്ടർഫുൾ വർക്ക് ചെയ്തെന്നും പറയാൻ, പല അത്ഭുതങ്ങൾ കാണിക്കാനൊക്കും. പക്ഷെ കർത്താവ് അവിടെ എന്തോ പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ കർത്താവിനെ അറിയാത്തവരുടെ തന്നെ കർത്താവിന്റെ പേരെടുത്തിട്ട് വേണമെങ്കിൽ അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി പല അത്ഭുതങ്ങൾ അവർക്ക് കാണിക്കാൻ പറ്റും. അത് ദൈവത്തിന്റെ അത്ഭുതങ്ങളാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് മാത്രം നമുക്ക് പറയാനൊക്കത്തില്ല. അങ്ങനെ കാണിക്കുന്നവർ പല മുസ്ലിങ്ങളുണ്ട്, അങ്ങനെ കാണിക്കുന്നവർ പല ഹിന്ദുക്കളുണ്ട്, പല സ്ഥലത്ത് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാം ലോക സഹജമാണ്. പല ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ മരിച്ചു പോയായിരുന്നു, മുസ്ലിങ്ങൾ പറയുന്നുണ്ട് മരിച്ചു പോയായിരുന്നു, അള്ളാഹു നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന്. അങ്ങനെ ഹിന്ദുക്കൾ പറയുന്നുണ്ട് ഞങ്ങൾ മരിച്ചു പോയായിരുന്നു, ശിവന് കൃഷ്ണന് ഞങ്ങളെ കാത്തു പരിപാലിച്ചു എന്നുള്ളൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ ദൈവം ആരാന്നുള്ള കാര്യം അറിയാതെ, ദൈവം ഏകനാണ്, ദൈവം യേശു ക്രിസ്തു ആണ് നമ്മളുടെ നിത്യപിതാവ് എന്നുള്ള കാര്യം അറിയാതെ, ഇത് അറിയാത്തവർ ആരെന്ത് പറഞ്ഞാലും എന്തു അത്ഭുതങ്ങൾ കാണിച്ചാലും അത് വിശ്വസിച്ച് പോകുന്നവർ ആക്ച്വലി അവർ റോങ് ആയിട്ടുള്ള ലീഡറിന്റെ അടുത്ത് തന്നെ പോകുന്നത്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പണം മാത്രം ഉണ്ടാക്കുക, അവരുടെ ജീവിത സാഹചര്യം നന്നാക്കുക, അവരുടെ വയറ് നിറയ്ക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് എന്റെ ഒരു ഇതിനകത്തുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സൈമൺ. വളരെ വ്യക്തമായിരുന്നു. കാരണം നമുക്കറിയാം, കറക്റ്റ് ആണ് പറഞ്ഞത്. ബൈബിൾ പറയുന്ന 2 മാസ്റ്റേഴ്സിനെ ഒരാൾക്ക് സേവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ പണത്തെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം.
ഇന്ന് ദൈവത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവരെല്ലാം പണത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. നമുക്ക് ഇപ്പൊ 9:45 ആയതുകൊണ്ട് ഒരു കാര്യം മാത്രം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ആർക്കെങ്കിലും ഉത്തരം പറയാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്കറിയാം വളരെ എല്ലാ കാലത്തും സത്യത്തിന്റെ ഭാഗത്ത് വളരെ ചുരുക്കമായ ആളുകളുണ്ടായിരുന്നു. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. കാരണം യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി ബിഗിൻ ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര ഒരു ഭയങ്കര ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ എന്നാണ്, വലിയ പുരുഷാരം എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നീട് അവിടെ ആ സമയത്തൊക്കെ എല്ലാ സർമൺ കഴിയുമ്പം അവർക്ക് ഭക്ഷണം, ഭയങ്കര ഗ്രേറ്റ് ഹീലിംഗ് മിറക്കിൾസ് എല്ലാം കാണുന്നുണ്ട്. അതിനുശേഷം കർത്താവ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് ഡിസേൺമെന്റ് ചെയ്യാൻ തുടങ്ങി. ആളുകളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പൊ കുറെ ആളുകൾ പോകാൻ തുടങ്ങി. കാരണം പല ആളുകളുടെ മുമ്പിൽ അവരുടെ ഹൃദയത്തിലെ വിചാരങ്ങൾ അറിയുന്ന ഒരു മിനിസ്ട്രി നമുക്ക് സമാരിറ്റൻ സ്ത്രീയുടെ അവിടെ മുതൽ തുടങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കർത്താവ് അതെല്ലാം ചെയ്ത് കർത്താവ് തേർഡ് ഫേസിലേക്ക് വന്ന് കർത്താവ് നിത്യജീവന്റെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും നമുക്ക് കാണുന്നുണ്ട് ഈ മിനിസ്ട്രി ഷോർട്ട് ടൈം ചെയ്തു വരുന്നുണ്ട്. ചെറുതായിട്ട് വന്നു. അപ്പോ ആ 70 പേരുണ്ടായിരുന്നു. അവര് 70 പേരും ഈ കാര്യം കഠിനമെന്ന് പറഞ്ഞു പോയി. ഇപ്പൊ കർത്താവ് ശേഷമുള്ളവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. ഇപ്പൊ കർത്താവോട് പറയുന്നത് പോകേണ്ടവർക്ക് പോകാം എന്ന് പറയുകയാണ് കർത്താവ് ചെയ്യുന്നത്. അല്ല മക്കളെ പോകല്ലെന്ന് പറയല്ല. ഇപ്പോ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള അല്ലെങ്കിൽ യേശുനാമ സഭകളുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഡിബേറ്റിലേക്ക് വന്നപ്പോൾ അനിൽ കൊടിത്തോട്ടം എന്ന പോലുള്ള ഒരു ബൈബിൾ അറിയാവുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം പറയുകയാണ്, യേശുനാമക്കാർക്ക് ഒരു കൂട്ടത്തിൽ ആൾക്കാരില്ല. നമ്മൾ ഇൻഫാക്ട് അവർ പറയുന്ന യേശുനാമക്കാരല്ല നമ്മൾ വാസ്തവത്തിൽ, നമ്മൾ ശരിക്കുള്ള ക്രിസ്ത്യാനികളാണ്. പക്ഷെ നമ്മളുമായിട്ട് വളരെ തിയോളജിക്കലി അടുത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. അവരുടെ കൂട്ടത്തിൽ ആളില്ല, അവർക്ക് വലിയ വലിയ ചർച്ചകളില്ല, അവർക്ക് സംവിധാനങ്ങളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട്. അവർ പോലും, അതായത് ഈ ബൈബിൾ കോളേജിൽ പഠിച്ച് ബൈബിൾ അറിയുന്നവരെന്ന് പറയുകയും തങ്ങൾ ഈ ഇപ്പുറം ബിബ്ലിക്കൽ ചർച്ചകളുടെ ഭാഗത്ത് തങ്ങൾ ശക്തന്മാരാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ ശരിയായിട്ടുള്ള കൂട്ടായ്മകളിലേക്ക് ആളുകൾ വരാത്തത് എന്റെ കാരണം ഈ മാർഗം, അതായത് നമുക്കറിയാം വലിയ വലിയ ടെസ്റ്റിമണിക്ക് വേണ്ടി മാത്രമുള്ള ചാനലുകൾ നമ്മൾ കാണാം. എവ്രി ഡേ 2-3 ന്യൂ ടെസ്റ്റിമണീസ്, ഭയങ്കര ഹെവി, ഭയങ്കര ഡീപ്പായിട്ടുള്ള ടെസ്റ്റിമണികൾ അവർ പ്രസ്താവിക്കുന്നുണ്ട്. നമ്മളുടെ കൂട്ടത്തിലേക്ക് വരുമ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ അടുത്ത് വചനമുണ്ട്. നമ്മുടെ അടുത്ത് കടന്നു വരുന്ന ആളുകൾ വളരെ ദൈവം കർത്താവ് തെരഞ്ഞെടുത്ത് വരുന്ന ആളുകൾ, അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് എറ്റേണൽ ലൈഫാണ്. മറിച്ച് അവർ എറ്റേണൽ ലൈഫ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ചൂണ്ട, മോദി പറയുന്ന പോലെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുകയും ചില ആളുകൾക്ക് മാത്രം അതിലേക്ക് അവരുടെ പണം മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ ഈ എറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞ ആളുകളെ കൊണ്ടുവന്നിട്ട് ഈ ഫ്ലഷ്ലി കാര്യങ്ങളിലേക്ക് മാത്രം അവരെ കെട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം ജനങ്ങളുടെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല. ഈ ആള് കൂടുന്നിടത്ത് പോകുന്നത് കൊണ്ട് നമുക്ക് മരണാനന്തരമായ ഒരു നിത്യജീവനുണ്ടെന്നും അല്ലെങ്കിൽ അത് വേണമെന്നും, ഇല്ലെങ്കിൽ ഇവിടം കൊണ്ട് ഈ കാണുന്ന ഈ മിറക്കിൾസും ഈ അപ്പം കൊണ്ടും ഈ അവസരങ്ങൾ കൊണ്ടും നമ്മൾ വലിയൊരു ന്യായവിധിയിൽ മുമ്പ് നിൽക്കേണ്ടി വരുമെന്നും ഒരു ശിക്ഷാവിധി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ജനങ്ങൾ അറിയാതിരിക്കുന്നുണ്ട്. നമ്മളുടെ JCNDSD വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ അപ്പം തിന്നുന്നതിനും ജോലി കിട്ടുന്നതിനും അമേരിക്കയ്ക്ക് പോകുന്നതിനും നല്ല അലയൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളുടെ വിഷയമായിട്ട് നമ്മൾ പ്രസ്താവിക്കുന്നില്ല. നമ്മൾ കമ്പയർ ചെയ്യുമ്പം ബാക്കിയുള്ളിടത്തെല്ലാം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ജനങ്ങൾ ഈ കാര്യത്തിലേക്ക് കടന്നു വരാതെ ഇത്തരം ലൗകികമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിലേക്ക് ആളുകൾ വലിച്ചു കൊണ്ടുപോകുന്നതിൽ വലിയൊരു അളവ് ഈ പെന്റക്കോസ്റ്റൽസിനും ന്യൂ ജനറേഷൻ പെന്റക്കോസ്റ്റൽസിനും കഴിയുന്നുണ്ട്. ഇതിനെ നമുക്ക് എത്ര മാത്രം നമുക്ക് പബ്ലിക്കിൽ ഈ സത്യതകളെ എക്സ്പോസ് ചെയ്യാനായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ
നമുക്ക് വളരെ ലിമിറ്റഡ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മൾ വ്യൂവേഴ്സേ ഉള്ളൂ, ലൈക്കും ഒക്കെ നമുക്ക് കുറവാണ്. നമുക്ക് എങ്ങനെ ഈ സത്യത്തെ കുറച്ചുകൂടി ആളുകൾക്ക്, ഇതാണ് ഗൗരവമേറിയ സത്യം, ആൾക്കൂട്ടങ്ങളല്ല. കാരണം യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയിലും ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോസ്തലന്മാരുടെ മിനിസ്ട്രിയിലും ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പോകെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആളുകൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. കുറഞ്ഞു വരിക എന്ന് പറയുമ്പം അക്രീമായിട്ടുള്ള ശരിയായിട്ടുള്ള ആളുകൾ മാത്രമായിട്ട് ചുരുങ്ങുന്നു. അവർക്ക് നിത്യജീവനെ കുറിച്ചുള്ള വരുവാനുള്ള ഒരു ലോകത്തെ സംബന്ധിച്ചുള്ള വലിയൊരു ദാഹമുള്ള ആളുകൾ മാത്രം നിൽക്കുകയും പിന്നെ ചുരുങ്ങി പോവുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മുമ്പിലാണെങ്കിലും പല ചർച്ചകളും ഓഫർ ചെയ്യുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾക്കറിയാം, കേരളത്തിൽ വലിയൊരു പ്രസ്ഥാനത്തിന്റെ നായകത്വം വഹിച്ച് ആലപ്പുഴയിലെ ഒരു ചെറിയ കർഷകനിൽ നിന്ന് തുടങ്ങി വലിയൊരു സാമ്രാജ്യം ആത്മീയ ലോകത്ത് പണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ ഈ ദിവസങ്ങളിൽ വിടവാങ്ങിപ്പോയിട്ടുണ്ട്. അവരൊക്കെ വലിയ കാര്യങ്ങൾ, മനുഷ്യർക്ക് നന്മ ചെയ്യുന്നത്, തങ്ങൾക്ക് ദൈവം നൽകിയ സമ്പത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന് കൊടുക്കണമെന്നുള്ള പേരിൽ ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും സമാഹരിച്ചത് ജനങ്ങൾക്ക് കൊടുത്തും കൊടുക്കാതെയും ഒക്കെ അവർ വലിയ സാമ്രാജ്യങ്ങൾ ആത്മീയ മണ്ഡലത്തിൽ കെട്ടിപ്പടുത്തു. ന്യൂ ജനറേഷൻ ചർച്ചകളാകട്ടെ, സ്കൂൾ തുറക്കുമ്പം നോട്ട് ബുക്കും പണം കൊടുത്ത് സ്കൂളിലേക്ക് ഒരു മെച്ചപ്പെട്ട നിലയിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാൻ കഴിയാതെ മാതാപിതാക്കൾക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള സ്കൂൾ നീഡ്സ് ഒക്കെ കൊടുത്തും ആളുകളെ അതിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ ആ രക്ഷയിലേക്ക് വന്നതിന് ശേഷം അവരുടെ നിത്യജീവനെ സംബന്ധിച്ച് ഈ കൂട്ടിച്ചേർക്കുന്ന ആളുകൾക്ക് യാതൊരു ഒരു കൺസേണും ഇല്ല. മറിച്ച് അവരുടെ ലിറ്റിൽ അല്പമായിട്ടുള്ള വരുമാനം പോലും തട്ടിയെടുക്കുന്ന ഒരു കാര്യം ആണ് അവിടെ കണ്ടുവരുന്നത്. ഇതിനെ നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ, നമുക്കത് കുറച്ച് ഗൗരവത്തോടെ ചിന്തിച്ചാൽ, ഇത് കുറച്ചുകൂടി ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഈ വൈരുദ്ധ്യം, ഈ ഡിഫറൻസ്, ഒന്ന് എറ്റേണൽ ലൈഫ്, മറ്റൊന്ന് കുഴിമാടം വരെയുള്ള ലൈഫ്,